അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മീൻ ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് നല്ല സൈസ് മീനൊക്കെ കിട്ടുമ്പം എപ്പോഴും കറി വെക്കുകയോ പൊരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം ഇടയ്ക്ക് ഇങ്ങനെയും ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ലൊരു ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് 1 കിലോ അരി വെച്ചിട്ടാണ് ചെയ്യണത്. ഇതിക്ക് നമ്മളെ വീട്ടിൽ ആളെ അനുസരിച്ചുള്ള മീൻ നമുക്ക് എടുക്കാം. നമുക്കിത് ചിക്കനും ബീഫൊക്കെ കഴിക്കണ പോലെ തന്നെ നല്ല ടേസ്റ്റിൽ കഴിക്കാം. ഞാൻ ഇതിലത്തെ മീനത്തെ നല്ല പീസ് മാത്രം എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് നമ്മൾ പൊരിക്കുമ്പോൾ ചേർക്കണമൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വറുത്ത് എടുക്കുകയാണ്. ഇനി ഞാനൊരു ഉരുളി വെച്ചിട്ട് അതിലാണ് ദം ചെയ്യണത്. നെയ്ച്ചോറ് വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്ത് കോരുന്നത്. ഉള്ളി നമുക്കൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ വറുത്ത് കോരാം. ഇനി നമ്മൾ മസാലയ്ക്കുള്ള ഉള്ളിയാണ്. ഞാൻ 1 കിലോ ബിരിയാണിക്ക് 4 വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, എന്നാൽ പെട്ടെന്ന് വഴന്ന് വരും. ഇനി ഇതിലേക്ക് ഒരു 3-4 തക്കാളി, നല്ല നാടൻ തക്കാളി നോക്കിയെടുക്കുക. പിന്നെ പച്ചമുളക് ഒരു 6-7 പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ പിടുത്തം ഇങ്ങനെ കയ്യിൽ, ഇഞ്ചി കുറച്ച് മതി, വെളുത്തുള്ളിയും ഇഞ്ചിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മളെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് വരിക. ഇനി കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈരും ഒരു നാരങ്ങയും ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ കുരു പെടാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമ്മളിതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാലയാണ്, ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് 1.5 ടീസ്പൂൺ നിറച്ച് 1.5 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് പിന്നെ ഒരു 2 ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വറുത്ത് വെച്ച മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ മിക്സിയുടെ ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിലൊക്കെ ഒരു 2 സ്പൂണ് നമുക്ക് വെള്ളം 2 സ്പൂണല്ല കേട്ടോ, 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. അത് ആ സമയത്ത് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറവുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ മാത്രമല്ലേ മഞ്ഞൾ ചേർത്തിട്ടുള്ളൂ, മഞ്ഞളും മുളകും ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മഞ്ഞളും മുളക് പൊടി വേണമെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു ഇല വെച്ചിട്ട് അത് തിളച്ച് വരുമ്പം വാഴൻ്റെ ഇല വെച്ചിട്ട് നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ആ നെയ്ച്ചോറ് ഇതിലേക്ക് തട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും മല്ലിച്ചപ്പും പുതിനയൊക്കെ ചേർത്ത് ദം ചെയ്തെടുക്കാം. ഞാൻ അടുപ്പിൽ വെച്ചതുകൊണ്ട് തന്നെ അടുപ്പിൽ നല്ല കണലില്ലോണ്ട് തീ കത്തിച്ചിട്ടില്ല. അപ്പോൾ തന്നെ നല്ലോണം തിളച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് അതിൻ്റെ നീരൊക്കെ മേലെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവറാണ് നമ്മളെ ചോറിനൊക്കെ ഉണ്ടാവുക. നിങ്ങളിത് ഗ്യാസ്മേലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദം ചെയ്യുമ്പം ഒരു നമ്മളെ പത്തിരിയൊക്കെ ചുടുന്ന വലിയ കല്ലുണ്ടല്ലോ, അങ്ങനെ ഒരു കല്ലിൽ ഇത് വെക്കുകയായിരിക്കും നല്ലത്. ബിരിയാണി പോട്ട് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ദം ചെയ്ത് ചെറിയ തീയിലിട്ടിട്ട് ദം ചെയ്തെടുക്കുകയായിരിക്കും കേട്ടോ വളരെ നല്ലത്. ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അടിയിലൊരു പത്തിരിക്കല്ല് വെച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോറ് അടിയിലൊന്നും പിടിക്കാതെ നല്ല ഉഷാറായിട്ട് കിട്ടും. ഈ പീസ് എടുത്ത് കഴിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ നമുക്കിത് മീനാണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ചോറൊക്കെ കഴിക്കുമ്പോഴൊക്കെ ചിക്കനോ ബീഫൊക്കെ കഴിക്കണ പോലെ തന്നെ നല്ല ടേസ്റ്റിൽ കഴിക്കാം. മസാലയിൽ എരിവും പുളിയും ഒക്കെ നല്ല പാകത്തിന് ചെയ്തിട്ട് വേണം നമ്മളിതിലേക്ക് ചോറ് തട്ടിക്കൊടുക്കാൻ. നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പം ഒറ്റ വിസിൽ മതി കേട്ടോ, കൂടുതൽ വെന്ത് ഉടഞ്ഞു പോണൊരവസ്ഥ ഉണ്ടാകരുത്. നെയ്ച്ചോറ് നമ്മൾ ഒരൊറ്റ വിസിലിൽ ഓഫാക്കിയിട്ട് വേണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൽ കുറച്ചൊരു 10 മിനിറ്റ് നമ്മൾ സിമ്മിലിടും. പിന്നെ നമ്മൾ ഓഫാക്കിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് ഈ ചോറ് നല്ല പാകത്തിന് സെറ്റായിട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റ് ട്രൈ ആണ്, നല്ല റെസിപ്പിയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ മസാലയിൽ തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത സമയത്ത് ഞാൻ സ്ലൈസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ മിക്സിയിൽ, ആ സമയത്ത് ഞാൻ അതിൽ മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതുകൊണ്ടാണ് സ്ക്രീനിൽ
ഒന്ന് എഴുതി കാണിച്ചത്. നിങ്ങൾ മസാലയിലും മല്ലിച്ചപ്പും പുതിനയും ചേർക്കണം, ചോറ് ചെയ്യുന്ന സമയത്തും ചേർക്കണം. പിന്നെ ചോറ് ദമ്മിടുമ്പം നല്ല നെയ്യ് നോക്കിയിട്ട് മിൽമയോ RKG ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഞാൻ നെയ്ച്ചോറിൽ അത്യാവശ്യം നെയ്യ് ചേർത്തത് കൊണ്ടാണ് ഞാൻ ആ സമയത്ത് ചേർക്കാതിരുന്നത്. നിങ്ങളെന്തായാലും ആ സമയത്ത് ചേർത്ത് കൊടുക്കണം. ചിക്കനും ബീഫും പോലെയല്ലല്ലോ, മീനിൽ നിന്ന് അധികം എണ്ണ ഇറങ്ങാനോ നെയ്യ് ഇറങ്ങാനോ ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ ചോറിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറായിരിക്കും. നല്ല നെയ്യ് തന്നെ ചേർക്കാൻ നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, മസ്റ്റ് ട്രൈ ആണ്. നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്കിത് ബിരിയാണി ഉണ്ടാക്കാൻ കഴിയാത്തവർക്കും ഇത് ചെയ്തെടുക്കാം. ദമ്മിടുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അടിയിലൊരു പത്തിരി തവ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് നിങ്ങൾ സിമ്മിലിട്ട് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടാൽ മതി. അപ്പം നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.